നിൽക്കുന്ന ഓഡിയൻസ് ആയിരിക്കില്ല ഇനിയുള്ള, അല്ലേ? റെഡിയാണോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പവർ ഒന്ന് നോക്ക് നമുക്ക്. നെഞ്ചിനുള്ളിൽ കണ്ണു മുന്നിൽ കണ്ണടച്ചാൽ ഫാത്തിമ. പാടിക്കൂടെ? ഓക്കെ. എനിവേ ആദ്യമേ രണ്ട് കാര്യങ്ങൾ. ആ ഒരു സമ്മാനം ഞങ്ങൾ ആദ്യമേ കുറ്റിക്കടവിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങൾ സമ്മാനിക്കുന്നു. ഞങ്ങളുടെ പരിപാടി വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നിലവിൽ കുറച്ച് നിങ്ങൾ കേട്ടിരിക്കുന്ന പഴയ മാപ്പിളപ്പാട്ട്, സിനിമാ പാട്ട്, കവാലി സോങ്സ്, അതുപോലെ തന്നെ നാടൻ പാട്ട്, എല്ലാവിധ പാട്ടുകളും ഉൾക്കൊള്ളിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആദ്യം കയറിയപ്പോൾ ഇത്രയും നല്ല അടിപൊളി പവർഫുൾ ഓഡിയൻസ് ആണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എനിവേ താങ്ക് യു എല്ലാവർക്കും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും നല്ല ഒരു അടിപൊളി വേദി ഒരുക്കി തന്ന ഞങ്ങളുടെ സംഘാടകർക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ല അടിപൊളിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ ട്രാക്ക് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? അപ്പാടെ അപ്പങ്ങൾ അറയിൽ ചുമന്ന് എല്ലാ അമ്മായികളില്ല അവിടെ. അപ്പോ ഈ ഒരു പാട്ട് ഞങ്ങൾ ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പാടുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ പറയാം. ഇന്ന് എൻ്റെ വേദിയിലേക്ക് ഒരു 2 സ്റ്റേജ് നൽകാൻ പോകുന്നത് ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു വളാഞ്ചേരിയിൽ നിന്ന് നമുക്കിവിടെ പാടാൻ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ ഞാൻ 2 പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചോട്ടെ. ജന്മന ആരെയും കണ്ടിട്ടില്ല, എന്നാലോ അടിപൊളിയായിട്ട് പാടുന്ന ഇസ്ഹാഖിനെ നിറഞ്ഞൊന്ന് കൈയടി അടിച്ചൂടെ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കുറ്റിക്കടവിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ വരാൻ പോകുന്നത്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, പാടാം. ഇവര് ഞങ്ങളെ കാണാനും വേണ്ടിയിട്ട് കഴിഞ്ഞ വാദ്യത പ്രോഗ്രാമിന് ആ പ്രോഗ്രാം കഴിയുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്കും ഇത്രയും നമ്മുടെ സപ്പോർട്ട് ചെയ്തിട്ട് കാണാൻ വന്നൊരു സംഘാടകർ എൻ്റെ ലൈഫിൽ ഒരു പക്ഷേ ഇവരായിരിക്കും. എനിക്ക് അവർക്ക് വേണ്ടി നിറഞ്ഞൊന്ന് കൈയടിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു അടിപൊളി പ്രോഗ്രാം അവർ ഒരുക്കി തന്നത് ഒന്നും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും നിറഞ്ഞ ഒരു ഐക്യവും സ്നേഹവും കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ട് മാത്രം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഷാഫിഖൊക്കെ ഒന്ന് നിറഞ്ഞൊന്ന് കൈയടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഷാഹിൻക്കും ഒരു നിറഞ്ഞൊരു കൈ. അതുപോലെ തന്നെ നമ്മുടെ ഉസ്മാൻക്കും, പിന്നെ നമ്മുടെ സ്വന്തം നൗഷാദിക്കും വേണ്ടിയിട്ട് ഒരു നിറഞ്ഞൊരു കൈയുടെയോട് കൂടി നമ്മൾ തുടങ്ങല്ലേ. ഞങ്ങളുടെ നോൺ സ്റ്റോപ്പ് പാട്ടുകളായിരിക്കും ഞങ്ങൾ.
നിറഞ്ഞ സപ്പോർട്ട് ഇദ്ദേഹത്തിന് വേണം. അപ്പോ ഇദ്ദേഹം പാടിക്കോട്ടല്ലേ അല്ലേ? അദ്ദേഹം ഒരു പാട്ട് പാടിയതിന് ശേഷം നമ്മുടെ വൈബിലേക്ക് നമുക്ക് പോവാം. അപ്പോ ഓക്കെ, ആ ഒരു പാട്ടാണ് ഇദ്ദേഹം പാടുന്നത്. അപ്പോ നിറഞ്ഞൊരു കൈയടി അടിക്കണം. കാരണം കഴിഞ്ഞ വാദ്യവിദ്യ പ്രോഗ്രാമിനാണ് ഇസാഖ് ബ്രോനെ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇനിയുള്ള എല്ലാ ഞങ്ങളുടെ വേദിയിലും ഇദ്ദേഹം ഉണ്ടാകും എന്നുള്ളൊരു വാദം കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളാഞ്ചേരിയിൽ നിന്ന് ഇദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിന് മാത്രം വേണ്ടി വന്നവനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു നിറഞ്ഞൊരു കൈയടി ഒന്നാവാം. അപ്പോൾ ഇനി ഞങ്ങളുടെ മുട്ടിപ്പാട്ട് കഴിഞ്ഞിട്ട് കരോക്കയിലേക്ക് വരുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു പാട്ട് കൂടി പാടുന്നതായിരിക്കും. ഓക്കെ, ജെൻസിനാണോ പാട് കൂടുതൽ? വയസ്സുമാരാണോ? എന്നാലും ആ ഒരു എന്താ പറയാ, ആ ഒരു സ്നേഹവും സന്തോഷവും ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി അവർ കാണിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്നവർ എല്ലാവരും ഒന്ന് ഫ്ലാഷ് ആണോ പ്ലീസ്? ലാസ്റ്റത്തെ റിക്വസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് മുന്നിലുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ആണോ? നിങ്ങൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വേണം നമുക്കൊരു പാട്ട് പാടാൻ. ആ ബാക്കിൽ ഇരിക്കുന്നവർ ആരും എന്താ പറയാ, എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല നിറഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്ലീസ് ചെയ്യണം എന്നാണ് നമ്മുടെ അഭ്യർത്ഥന. അപ്പോ ആ 3 പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ മുട്ടിപ്പാട്ട് തുടങ്ങാൻ പോവാണ്. ഇനിയിപ്പോ തീർച്ചയായിട്ടും ബാക്കിലുള്ളവർക്ക്
നിന്നോടൊന്നും ചൊല്ലിയ അനുരാഗം നീട്ടും ഗന്ധർവൻ
മധുര പാതീനേലെ ലക്കി മാറിയുന്നോളെ ലക്കി മാറിയുന്നോളെ ലക്കി മാറിയുന്നോളെ ലക്കി 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 മാറിയുന്നോളെ ലക്കി 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 മാറിയുന്നോളെ അഷ്റഫ് മോനെ ചായന്റെ ഒപ്പം പാടെ അഷ്റഫ് മോനെ
ഈ മുട്ടിപ്പാട്ടിൽ വന്നപ്പോ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങൾ പാടുന്ന പാട്ടൊന്നും അമ്പാനിയെ അല്ല പടച്ച് ഈ പാവപ്പെട്ട നമ്മളെയും
എന്നിട്ട് ഈ നാടിനെ കൂട്ടിപ്പിടിക്കാനുള്ള ഒരു മോഹം മാത്രമേ ഇവർക്കുള്ളൂ. ആ ഒരു മനസ്സിനെ നിറഞ്ഞത് കൈയടിച്ചൂടെ? അപ്പൊ ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഇസ്ഹാഖ് ബ്രോനെ ഞങ്ങളുടെ ഒരു പാട്ട് പാടിന് ശേഷം നിറഞ്ഞിട്ടുള്ളതിനുള്ള ഒരു അരമണിക്കൂർ നിറഞ്ഞാണല്ലോ നമുക്ക്. അപ്പൊ ഇസ്ഹാഖ് ബ്രോന്റെ എത്ര നാൾ കാത്തിരുന്നു എന്നുള്ളൊരു പാട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ നിറഞ്ഞ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോ നമ്മുടെ എന്താ പറയാ ഓഡിയൻസ് ആവുന്ന ഒരിക്കലും വിചാരിക്കും. പക്ഷേ കുറ്റിക്കടവ് ഞങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നു. പിന്നെ മുഴുവനും കളിയാണ് കച്ചിൽ വേറെ മണിയറ തുറക്കണ ചിരിയിൽ ചേര് അരിമുല്ല കണക്കിന് കഥയാണ് പറയാന്
കണക്കിന് എല്ലാരും ചൊല്ലണതല്ലിവൻ തച്ചു പുള്ളൊരു കാര്യക്കാർ മഞ്ചാനെ ഒരു പാനത്തമ്പിനി പോലൊരു വാൻ കടലാളെ നീന്തി കയറിയ പോരിശയുള്ളൊരു ബാല്യക്കാരൻ നെഞ്ചാണ് നെഞ്ചി കൊഞ്ചണവൻ നെഞ്ചുന്നൊരു സെഞ്ചുറി വാരൻ. നമുക്ക് ഇവിടെ ഈ കുറ്റിക്കടവിൽ ആൺകുട്ടികൾക്കാണ് പെൺകുട്ടികൾക്കാണ് പവറുള്ളത് ജസ്റ്റ് നോക്കാല്ലേ. നേരത്തെ നമ്മുടെ അവസാനത്തെ ഒരു 3 പാട്ടോട് കൂടി നമ്മളോട് വൈകിട്ട് പോയിരിക്കും. അപ്പൊ ഇതുവരെ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കണോ? ആ ഒരു 3 പാട്ടോട് കൂടി നമ്മൾ വൈകിട്ട് പോയിരുന്നതായിരിക്കും. സോ ഗൈസ് ലെറ്റ്സ് എൻജോയ്. ബാക്കിൽ ബേസിനെല്ലാം കേട്ടോ, ഔട്ട് പുറത്ത്. ഓക്കെ, ഇന്ത്യയൊരു പട്ടം പോലെ ദിശ തെറ്റി പാറി നടക്കൂ മനസ്സത് ഒരു കീറാമുട്ടി പിടികിട്ടാതോടി നടക്കൂ കനവുകളൊരു ചാക്കിൽ കെട്ടി ഔട്ടിന്നൊരു പാട്ടും വെട്ടി തലതിരിഞ്ഞ ലോകം തലവിധി മാറ്റാനുണ്ടൊരു മോഹം വേറെ എന്താണെന്നറിയില്ല ഒരു വല്ലാത്തൊരു വക്കാലം ചില നേരം തോന്നുന്നു എന്താണെന്നറിയില്ല ഒരു വല്ലാത്തൊരു വെപ്രാളം ചില നേരം തോന്നും ഒരു നാദം മനസ്സാകെ ഒരു സാപം ലോകമതെമ്പാടും ചാടുന്നതൊരു ഗോപ്രായം മാറി കഥ മാറി പാടിക്കൂടെ? റെഡിയാണോ? ഓക്കെ.
പഠിച്ചു കഴിഞ്ഞു. ഇപ്പോ ബെയ്റൂട്ട് എന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് മിൻഹാജ് എന്നാണ്. മിൻഹാജിന്റെ പേര് നിറഞ്ഞൊരു പേര് MJ അസീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അടുത്തതായിട്ട് ബർക്കത്ത് ട്രേഡേഴ്സിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് സാത്തിറാണ്. സാത്തിറിന്റെ പേര് നിറഞ്ഞൊരു പേര്. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ബെയ്റൂട്ട് എന്നൊരു കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്ററായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് സനാദാണ്. സനാദിന്റെ ഒരു നിറഞ്ഞൊരു പേര്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഷാഫി കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് സൽമാനുൽ ഫാരി. സൽമാനിൽ നിറഞ്ഞൊരു പേര്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എത്ര തവണയാണെങ്കിലും എത്ര മണിക്കൂറാണെങ്കിലും കച്ചവടം കൊട്ടി ആഘോഷിക്കുന്ന മൂത്താണ്. ഞങ്ങളുടെ ടീമിന്റെ എല്ലാം ചപ്പൽ കമ്പനിയിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് മസൂദാണ്. മസൂദ് മാർസിന്റെ പേര്. അതുപോലെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ശരിക്കും ഇദ്ദേഹം റെസ്റ്റിലായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം വന്നതാണ്. ഒരു നിറഞ്ഞൊരു കൈയ്യടി കൊടുക്കേണ്ടതാണ്. കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ സ്വന്തമായിട്ട് സ്റ്റഡി അബ്രോഡിംഗ് ഫേമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഫസലുർ റഹ്മാനാണ്. ഫസലിന്റെ പേര് നിറഞ്ഞൊരു പേര്. പിന്നെ ഞങ്ങളുടെ ടീമിന്റെ പേര് കശോൺ കൊണ്ടോട്ടി എന്നാണ്. ഇനി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി തരാം. എന്റെ പേര് മുഹമ്മദ് ഫാസിൽ എന്നാണ്. ആർക്കെങ്കിലും അറിയോ? ME എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പോൾ എഞ്ചിനീയറായിട്ട് NVO എന്ന കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാട്ടെല്ലാം ഞങ്ങളുടെ പാഷനാണ്. സ്വന്തമായിട്ട് ഗോഡ് സ്റ്റോർ എന്ന ഒരു പ്രീമിയം ഗാഡ്ജറ്റ്സിന്റെ ഐഫോണിന്റെ ഒരു ഷോപ്പ് കൊണ്ടോട്ടിയിലുണ്ട്. ഇൻഷാല്ലാ വരും കാര്യങ്ങളിൽ ദുബായിൽ ഒരു ടൂറിസം പ്ലാൻ ആക്കണം. ട്രാബ സർക്കിട്ട് എന്ന പേരിൽ ഇൻഷാല്ലാ ടൂറിസം ഈ ജനുവരി ലാസ്റ്റ് ഓപ്പൺ ആക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇന്ന് നമ്മൾ പോകും കൊണ്ടോട്ടിക്കാരൻ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇത്രയും നല്ല ഒരു സൗണ്ട് ഒരുക്കി തന്ന പുതുമ ടീംസിന് ഒരു നിറഞ്ഞൊരു കയ്യടി കൊടുക്കേണ്ട കേട്ടോ. കാരണം അപ്പുറത്ത് ഫുള്ളും ഒരു എന്താ പറയാ ഫുള്ള് തോടന്നല്ലേ പോയെന്നല്ലേ. അപ്പോ ഇത്രയും ഇത്രയുള്ള ഒരു സ്ഥലത്ത് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് സൗണ്ട് ഒരുക്കി തന്ന പുതുമക്ക് ഒരു 1000 അഭിവാദ്യങ്ങളും സ്നേഹവും അറിയിക്കുന്നു. സോ ഈ ഒരു മൈക്ക് കൂടെ ഒന്ന് ഓണാക്കണം കേട്ടോ. സുഖേഷ് നമ്മൾ ലാസ്റ്റിന്റെ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടോട് കൂടി ഞങ്ങൾ ഈ വേദി ശൂരം പടയുടെ ചമ്മട കൊട്ടിക്കോലം കൊള്ളും താളം വീരം പടയുടെ കൊമ്പുടി എത്തി കൊട്ടിക്കേറും താളം ഇത് കൊല്ലം കൊല്ലി കൊല്ലി മേലെ കാവടി എന്നും വേണം ഈ മക്കളുള്ളവനെ കാവടിയാണ് ഈ കടലിൽ ചാരികളും
കോലം കുത്തിക്കോ വരമുണ്ടേ ആരും പരിചയുണ്ടേ നാക്കിലാരും വിളക്ക് ചിലത്തിൽ ചിലവുമുണ്ടേ ഇത്രയും നല്ല ഒരു ഭാഷയിൽ നന്ദി അറിയിക്കുന്നു എന്നും സ്നേഹമാത്രം. താങ്ക് യു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വാഹനമായിട്ട് വന്ന ആളുകള് പാലത്തിന്റെ നമ്മുടെ സ്റ്റേജിന്റെ ഈ ഭാഗത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ പാലത്തിലൂടെ അക്കരയ്ക്ക് പോകരുത്. തെങ്ങിനിക്കട വഴി